ഏകദേശം 42,000 കോടി രൂപയുടെ നിക്ഷേപമാണ് അവകാശികളില്ലാതെ രാജ്യത്തെ വിവിധ ബാങ്കുകളിലായിട്ടുള്ളത്. പല കാരണങ്ങൾ കൊണ്ട് ഇങ്ങനെ സംഭവിക്കാം. ഒന്നാമതൊരു കാരണം, ഇപ്പോൾ നിക്ഷേപമൊക്കെ നടത്തിയ ശേഷം അതിനെപ്പറ്റി ആരോടും പറഞ്ഞിട്ടുണ്ടാവില്ല. ആ ഒരു വ്യക്തി മരണപ്പെട്ട് കഴിഞ്ഞാൽ ആ ഒരു നിക്ഷേപം അനാഥമായിട്ട് പോകാം. അങ്ങനെ സംഭവിച്ച കുറേയധികം ഉണ്ടാവാം. അതുപോലെ തന്നെ ഇപ്പോൾ നിക്ഷേപമൊക്കെ നടത്തിയ ശേഷം അനന്തരാവകാശികളില്ലാത്തവരാണെങ്കിൽ അത് അനാഥമായിട്ട് പോകാം. ഇങ്ങനെ പല കാരണങ്ങൾ കൊണ്ട് അവകാശികളില്ലാതെ രാജ്യത്തെ ബാങ്കുകളിൽ കിടക്കുന്ന തുകയാണ് ഈ പറഞ്ഞ ഏകദേശം 42,000 കോടി രൂപ. ബാങ്കുകൾ ഈ ഒരു തുക എടുത്ത് ഉപയോഗിക്കുകയൊന്നുമില്ല. ഇത് കുറേ വർഷം കഴിയുവാൻ നേരത്ത് RBIയുടെ ഒരു സ്കീമിലേക്ക് പോവുകയാണ് നോർമലി ചെയ്യുന്നത്. അതുമാത്രമല്ല, ഇപ്പോൾ ബാങ്കുകൾ ഇതിൻ്റെ യഥാർത്ഥ അവകാശികളെ കണ്ടെത്തി നൽകാനായിട്ടൊന്നും ട്രൈ ചെയ്യാറൊന്നുമില്ല. ഇപ്പോൾ നിലവിൽ ഈയിടെ RBIയുടെ നിർദ്ദേശം അനുസരിച്ച് ഒരു ക്യാമ്പയിനും കാര്യങ്ങളൊക്കെ നടത്തി കുറച്ച് എമൗണ്ടിൻ്റെയൊക്കെ അവകാശികളെയൊക്കെ കണ്ടെത്തി പണം തിരികെ നൽകിയിരുന്നു. ഇത് കൂടാതെ RBIയുടെ ഒരു നിർദ്ദേശത്തെ തുടർന്ന് ഒരു സെൻട്രലൈസ്ഡ് പ്ലാറ്റ്ഫോം കൂടി വന്നിട്ടുണ്ട്, ഉദ്ഗം പ്ലാറ്റ്ഫോം. ഇപ്പോൾ നോർമലി ഒരു എമൗണ്ട് നമ്മളുമായിട്ട് ബന്ധപ്പെട്ട ആരുടെയെങ്കിലും തുക നിക്ഷേപം ഏതെങ്കിലും ബാങ്കിൽ ഉണ്ടോ എന്ന് അറിയാനായിട്ട് ഓരോ ബാങ്കിലും പോയിട്ട് നമ്മൾ സെർച്ച് ചെയ്യേണ്ട ഒരു സ്ഥിതി ഉണ്ടായിരുന്നു. അതിന് പകരമായിട്ട് ബാങ്കുകളെല്ലാം കൂടി ചേർത്തുകൊണ്ടുള്ളൊരു സെൻട്രലൈസ്ഡ് പ്ലാറ്റ്ഫോം, അതാണ് ഈ ഒരു ഉദ്ഗം പോർട്ടൽ. അപ്പോൾ ഈ ഒരു പോർട്ടൽ വഴി തന്നെ നമുക്ക് എല്ലാ ബാങ്കുകളിലെയും നിക്ഷേപത്തെ പറ്റി നമുക്ക് അറിയാനായിട്ട് സാധിക്കും. അവകാശികളില്ലാതെ കിടക്കുന്ന നിക്ഷേപത്തെ പറ്റി അറിയാനായിട്ട് സാധിക്കും. അപ്പോൾ യഥാർത്ഥ അവകാശികൾക്ക് അത് കണ്ടെത്തുവാനും അത് ക്ലെയിം ചെയ്യാനും ഇതിലൂടെ സാധിക്കും. ഇപ്പോൾ നിക്ഷേപമൊക്കെ നടത്തുന്നവരാണെങ്കിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നോമിനി ആഡ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. നോമിനി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അവർക്കത് എളുപ്പത്തിൽ അത് ക്ലെയിം ചെയ്യാനായിട്ട് സാധിക്കും. ഇല്ലാന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി കോംപ്ലിക്കേറ്റഡ് ആയിട്ട് മാറും. സോ നമ്മൾ എന്ത് തരത്തിലുള്ള നിക്ഷേപമാണെങ്കിലും ജസ്റ്റ് ഒരു ബാങ്ക് അക്കൗണ്ട് സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ കൂടി നമ്മൾ നോമിനി ആഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. നമുക്കിപ്പോൾ ഓൺലൈനായിട്ടൊക്കെ നോമിനി ആഡ് ചെയ്യാനായിട്ട് സാധിക്കും. ഇപ്പോൾ നോമിനിയെ നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും ചേഞ്ച് ചെയ്യാം, അതൊന്നും പ്രശ്നമില്ല. പക്ഷേ ഒരു നോമിനി എപ്പോഴും വെക്കാനായിട്ട് ശ്രമിക്കുക. ഈ ഒരു ഉദ്ഗം പോർട്ടൽ സിമ്പിളാണ്. നമുക്ക് ജസ്റ്റ് ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാം. അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്ത ശേഷം നമുക്ക് ആരുടെ നിക്ഷേപമാണോ നമുക്ക് സെർച്ച് ചെയ്യേണ്ടത്, ആ ഒരു വ്യക്തിയുടെ പാസ്പോർട്ട് ഡീറ്റെയിൽസോ ഇല്ലെങ്കിൽ വോട്ടർ ID ഡീറ്റെയിൽസോ ഇല്ലെങ്കിൽ പാൻ നമ്പറോ അങ്ങനെയുള്ള കുറച്ച് ഇൻഫർമേഷൻസും കാര്യങ്ങളൊക്കെ നൽകി കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ഉദ്ഗം പോർട്ടലുമായിട്ട് ടൈപ്പ് ആയിട്ടുള്ള ബാങ്കുകളിലെ നിക്ഷേപം നമുക്ക് സെർച്ച് ചെയ്യാനായിട്ട് സാധിക്കും. അവകാശങ്ങളില്ലാതെ കിടക്കുന്ന നിക്ഷേപം നമുക്ക് സെർച്ച് ചെയ്യാനായിട്ട് സാധിക്കും. സോ നമുക്ക് എന്തായാലും ഈ ഒരു ഉദ്ഗം പോർട്ടൽ എങ്ങനെ ഉപയോഗിക്കാമെന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. അപ്പോൾ ഇതാണ് RBIയുടെ ഉദ്ഗം പോർട്ടൽ. udgam.rbi.org.in എന്നാണ് എൻ്റെ വെബ് അഡ്രസ് വരുന്നത്. അൺക്ലെയിംഡ് ഡെപ്പോസിറ്റിൻ്റെ ആക്സസ് അതിൻ്റെ ഇൻഫർമേഷൻ എടുക്കാനുള്ള ഒരു പോർട്ടലാണ്. ഇത് മെയിൻറ്റെയിൻ ചെയ്യുന്നത് റിസർവ് ബാങ്ക് ഇൻഫർമേഷൻ ടെക്നോളജി പ്രൈവറ്റ് ലിമിറ്റഡ് ആണ്. നമുക്കിപ്പോൾ നിലവിൽ 30 ബാങ്കുകൾ അവൈലബിൾ ആണ്. സെപ്റ്റംബർ 28 വരെയുള്ള ആ ഒരു റിപ്പോർട്ട് അനുസരിച്ച് ഇപ്പോൾ നമുക്ക് 30 ബാങ്കുകൾ ഈ ഒരു പോർട്ടലുമായിട്ട് സഹകരിക്കുന്നുണ്ട്. അപ്പോൾ 30 ബാങ്കുകളുടെ ഡെപ്പോസിറ്റ് നമുക്ക് കണ്ടെത്താനായിട്ട് സാധിക്കും ഒരു പോർട്ടൽ വഴി. അപ്പോൾ ആദ്യം നമ്മൾ ഇതിൻ്റെ അകത്ത് രജിസ്റ്റർ ചെയ്യണം. അപ്പോൾ രജിസ്റ്റർ എന്ന് പറഞ്ഞ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. രജിസ്റ്റർ എന്ന് പറഞ്ഞ ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ വരുന്ന ഇൻ്റർഫേസ് ഇതാണ്. ആദ്യം നമ്മളുടെ മൊബൈൽ നമ്പർ എൻ്റർ ചെയ്യുക, ഫസ്റ്റ് നെയിം എൻ്റർ ചെയ്യുക, ലാസ്റ്റ് നെയിം എൻ്റർ ചെയ്യുക, ഒരു പാസ്വേഡ് ക്രിയേറ്റ് ചെയ്യുക, ദെൻ ക്യാപ്ച കോഡ് എൻ്റർ ചെയ്യുക, ഈ ടേംസ് ആൻഡ് കണ്ടീഷനൊക്കെ എഗ്രി ചെയ്യുക, നെക്സ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഒരു പാസ്വേഡ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് നോട്ട് സ്റ്റാർട്ട് വിത്ത് നമ്പർ വെച്ച് സ്റ്റാർട്ട് ചെയ്യാൻ പാടില്ല. അതുപോലെ തന്നെ അറ്റ്ലീസ്റ്റ് 8 ക്യാരക്ടർ ഉണ്ടാകണം. പിന്നെ അറ്റ്ലീസ്റ്റ് 1 അപ്പർ കേസ്, പിന്നെ അറ്റ്ലീസ്റ്റ് 1 ലോവർ കേസ്, അറ്റ്ലീസ്റ്റ് 1 നമ്പർ ആൻഡ് അറ്റ്ലീസ്റ്റ് 1 സ്പെഷ്യൽ ക്യാരക്ടർ, ഇതിൻ്റെ കോമ്പിനേഷൻ ആകണം. അപ്പോൾ നമ്മൾ നൽകിയിരിക്കുന്ന നമ്മുടെ മൊബൈൽ നമ്പറിലേക്ക്, ഇപ്പോൾ നൽകിയ മൊബൈൽ നമ്പറിലേക്ക് ഒരു OTP വരും. ആ ഒരു OTP എൻ്റർ ചെയ്യുക. അങ്ങനെ രജിസ്ട്രേഷൻ നമ്മൾ സക്സസ്ഫുൾ ആയിട്ട് കംപ്ലീറ്റ് ചെയ്തു. ദെൻ കംപ്ലീറ്റ് ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ ആദ്യം കണ്ട ലോഗിൻ പേജിലേക്കായിരിക്കും വരുന്നത്. ദെൻ നമ്മളിപ്പോൾ രജിസ്റ്റർ ചെയ്യാൻ നൽകിയ മൊബൈൽ നമ്പർ, അതുപോലെ തന്നെ നമ്മൾ സെറ്റ് ചെയ്ത പാസ്വേഡ് എൻ്റർ ചെയ്യുക. ഈ ഒരു ക്യാപ്ച കോഡ് എൻ്റർ ചെയ്ത് നെക്സ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മൾ നൽകിയ മൊബൈൽ നമ്പറിലേക്ക് വീണ്ടും ഒരു OTP വരും. ആ ഒരു OTP എൻ്റർ ചെയ്ത് നൽകുക. അങ്ങനെ ലോഗിൻ ചെയ്യുമ്പോൾ വരുന്ന ഇൻ്റർഫേസ് ഇതാണ്. 2 കാറ്റഗറി ഉണ്ട്, ഇൻഡിവിജ്വലുണ്ട് അതുപോലെ നോൺ ഇൻഡിവിജ്വൽ ഉണ്ട്. ഇൻഡിവിജ്വൽ ആണെങ്കിൽ നമ്മൾ അൺക്ലെയിംഡ് ഡെപ്പോസിറ്റ് ബിലോങ്സ് ടു ഒരു സാധാരണ ഒരു വ്യക്തിയുടെ അൺക്ലെയിംഡ് ഡെപ്പോസിറ്റ് സെർച്ച് ചെയ്യാനാണ് ഈ ഒരു ഇൻഡിവിജ്വൽ ഉപയോഗിക്കുന്നത്. ഈ ഒരു നോൺ ഇൻഡിവിജ്വൽ ആണെങ്കിൽ ഇപ്പോൾ HUF അല്ലെങ്കിൽ പ്രൊപ്രൈറ്റർഷിപ്പ്, പാർട്ണർഷിപ്പ് ഫേം, കമ്പനി അങ്ങനെയുള്ള കാറ്റഗറിയിൽ വരുന്ന ആളുകളുടെ അല്ലെങ്കിൽ കമ്പനികളുടെ ഡെപ്പോസിറ്റ് സെർച്ച് ചെയ്യാനാണ് ഈ ഒരു നോൺ ഇൻഡിവിജ്വൽ കാറ്റഗറി ഉപയോഗിക്കുന്നത്. അപ്പോൾ സാധാരണ ഒരു ഇൻഡിവിജ്വൽ വ്യക്തിയുടെ ആണെങ്കിൽ ഈ ഒരു ഇൻഡിവിജ്വൽ എന്ന് പറഞ്ഞ ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് നമ്മൾ ഡീറ്റെയിൽസ് എൻ്റർ ചെയ്താൽ മതിയാകും. പിന്നെ നമുക്ക് ഇവിടെ പ്രൊഫൈലും കാര്യങ്ങളൊക്കെ ഇവിടെ മാനേജ് ചെയ്യാനായിട്ട് സാധിക്കും. ഇനിയിപ്പോൾ ഒരു ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ഒരു വ്യക്തിയുടെ അൺക്ലെയിംഡ് ഡെപ്പോസിറ്റ് സെർച്ച് ചെയ്യാനാണെങ്കിൽ ഫസ്റ്റ് നമ്മൾ നെയിം എൻ്റർ ചെയ്യുക. അപ്പോൾ ബാങ്ക് റെക്കോർഡുമായിട്ട് മാച്ച് ആകുന്ന രീതിയിലുള്ള നെയിം, ആ ഒരു നെയിം തന്നെ ആയിരിക്കണം. ദെൻ ബാങ്ക് സെലക്ട് ചെയ്യും. ഇപ്പോൾ നമുക്കറിയാം ഏത് ബാങ്കിലാണ് ഡെപ്പോസിറ്റ് ഉണ്ടായിരുന്നതെന്ന് അറിയാമെങ്കിൽ ആ ഒരു ബാങ്ക് മാത്രം സെലക്ട് ചെയ്യാം. ഇല്ലെങ്കിൽ ഈ ഒരു പോർട്ടലുമായിട്ട് ടൈപ്പ് ആയിട്ടുള്ള എല്ലാ ബാങ്കും നമുക്ക് ചൂസ് ചെയ്യാം. ഇപ്പോൾ നിലവിൽ 29 ബാങ്കുകൾ അവൈലബിൾ ആണ്. ആക്സിസ് ബാങ്ക്, ബാങ്ക് ഓഫ് ബറോഡ, ബാങ്ക് ഓഫ് ഇന്ത്യ, ബാങ്ക് ഓഫ് മഹാരാഷ്ട്ര, കാനറ ബാങ്ക്, ഫെഡറൽ ബാങ്ക്, HDFC അങ്ങനെ 29 ബാങ്കുകൾ അവൈലബിൾ ആണ്. അപ്പോൾ 29 ബാങ്കുകളിലെയും ഡെപ്പോസിറ്റ് നമുക്ക് സെർച്ച് ചെയ്യാനായിട്ട് സാധിക്കും. ഇതിന് താഴെ കുറച്ച് ഡീറ്റെയിൽസ് ഉണ്ട്. പാൻ, വോട്ടർ ID, ഡ്രൈവിംഗ് ലൈസൻസ് നമ്പർ, പാസ്പോർട്ട് നമ്പർ, ഡേറ്റ് ഓഫ് ബർത്ത്. ഇതിൽ ഏതെങ്കിലും ഒരെണ്ണം നമ്മൾ എൻ്റർ ചെയ്യണം. ഏതെങ്കിലും ഒരെണ്ണം മിനിമം എൻ്റർ ചെയ്യണം.
എൻ്റർ ചെയ്ത ശേഷം നമുക്ക് അഡീഷണൽ സെർച്ച് ക്രൈറ്റീരിയ വേണമെങ്കിൽ അത് ടിക്ക് ചെയ്യുക. അതിന് നമുക്ക് അഡ്രസ്സ് കാര്യങ്ങളൊക്കെ വെച്ച് ആ രീതിയിൽ നമുക്ക് സെർച്ച് ചെയ്യാം. ഇല്ലെങ്കിൽ അത് വേണമെങ്കിൽ ഇത്രയും കാര്യങ്ങൾ വെച്ച് നമുക്ക് സെർച്ച് ചെയ്യാനായിട്ട് സാധിക്കും. അങ്ങനെ സെർച്ച് ചെയ്യുമ്പോൾ അൺക്ലെയിംഡ് ഡെപ്പോസിറ്റ് ഉണ്ടെങ്കിൽ അത് റിസൾട്ടിൽ വരും. എന്നിട്ട് നമുക്ക് ആ ഒരു സംഭവം ക്ലെയിം ചെയ്യാനായിട്ട് എന്താണ് അതിൻ്റെ പ്രോസസ്സ് കാര്യങ്ങൾ അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ വരും. ഇപ്പോൾ അൺക്ലെയിംഡ് ഡെപ്പോസിറ്റ് സെക്ഷനിലേക്ക് മാറി ഡെപ്പോസിറ്റുകൾ മാത്രമേ സെർച്ച് ചെയ്താൽ വരും. അല്ലാതെ ഇപ്പോൾ നിങ്ങൾ ബാങ്കിൽ കൊണ്ട് പൈസ ഇട്ടിട്ട് അത് വന്നിവിടെ സെർച്ച് ചെയ്താൽ അതിൻ്റെ ഡീറ്റെയിൽസ് വരില്ല. കാരണം അത് ആക്റ്റീവ് ആയിട്ടുള്ള ഒരു അക്കൗണ്ടാണ്. അപ്പോൾ അൺക്ലെയിംഡ് ആയിട്ടുള്ള ആ ഒരു സ്റ്റാറ്റസിലേക്ക് ഡെപ്പോസിറ്റ് മാറിയാൽ മാത്രമേ അതിൻ്റെ ഇൻഫർമേഷൻസ് നമുക്ക് ഈ ഒരു പോർട്ടൽ വഴി നമുക്ക് ചെക്ക് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഇങ്ങനെയാണ് ഇൻഡിവിജ്വൽ കാറ്റഗറിയിൽ ചെക്ക് ചെയ്യുന്നത്. ഇപ്പോൾ നോൺ ഇൻഡിവിജ്വൽ ആണെങ്കിൽ നോൺ ഇൻഡിവിജ്വലിൻ്റെ കേസിൽ നമ്മൾ എൻ്റർ എൻറ്റിറ്റി നെയിം, പിന്നെ ഇത് നമ്മൾ നേരത്തെ കണ്ടുപോലെ ബാങ്ക് ചൂസ് ചെയ്യുക, അല്ലെങ്കിൽ നമുക്ക് എല്ലാ ബാങ്കും സെലക്ട് ചെയ്യാം. പിന്നെ എൻ്റർ ഓതറൈസ്ഡ് സിഗ്നേറ്ററി നെയിം, അല്ലെങ്കിൽ പാൻ, CIN നമ്പർ, ഡേറ്റ് ഓഫ് ഇൻകോർപ്പറേഷൻ, ഇതിലേതെങ്കിലും ഒരു ഇൻപുട്ട് നൽകുക. നമ്മൾ മാക്സിമം ഇൻപുട്ട് നൽകിയാൽ അത്രയും എഫിഷ്യൻ്റായിട്ട് നമുക്ക് സെർച്ച് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും, നമുക്ക് തെറ്റ് വരാതെ. അപ്പോൾ കൊടുക്കാൻ പറ്റുന്ന അത്ര ഡീറ്റെയിൽസ് കൊടുത്ത് തന്നെ സെർച്ച് ചെയ്യുക. ഇപ്പോൾ അഡ്രസ്സ്, സ്റ്റേറ്റ് ഒക്കെ കൊടുത്ത് ആ രീതിയിൽ വേണമെങ്കിലും ആ രീതിയിലും സെർച്ച് ചെയ്യാം. ഇപ്പോൾ നമ്മളിങ്ങനെ സെർച്ച് ചെയ്യാൻ നേരത്തെ ഇപ്പോൾ എന്തെങ്കിലും അൺക്ലെയിംഡ് ഡെപ്പോസിറ്റ്, നമ്മൾ സെർച്ച് ചെയ്ത വ്യക്തിയുടെ അൺക്ലെയിംഡ് ഡെപ്പോസിറ്റ് കണ്ടെത്തി, ഈ ഒരു സെർച്ചിൽ കണ്ടെത്തിയിട്ടുണ്ടെങ്കിൽ വരുന്ന ഒരു വിൻഡോ ഇങ്ങനെ ആയിരിക്കും. പേൻ ഉണ്ടാകും, അതുപോലെ തന്നെ നെയിം ഓഫ് ബാങ്ക്, ഏതൊക്കെ ബാങ്കുകളിലെ ഡെപ്പോസിറ്റ് ഉണ്ടാകും. പിന്നെ നമുക്ക് URDN നമ്പർ ഉണ്ടാകും. ദെൻ പ്ലേസ് ഉണ്ടാകും, അഡ്രസ്സും കാര്യങ്ങളൊക്കെ ഉണ്ടാകും. അപ്പോൾ ഇത് വെച്ച് നമുക്ക് ബാങ്കിൽ കോൺടാക്ട് ചെയ്ത് നമുക്ക് ഡെപ്പോസിറ്റ് നമുക്ക് ക്ലെയിം ചെയ്യാനായിട്ട് സാധിക്കും. ഈ ഒരു പ്ലാറ്റ്ഫോമിനെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. ഇതുപോലുള്ള വീഡിയോകൾ തുടർന്ന് ലഭിക്കാനായിട്ട് ഈ ഒരു വീഡിയോ ലൈക്ക് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ മറ്റൊരു ടോപ്പിക്കുമായി കണ്ടുമുട്ടാമെന്ന പ്രതീക്ഷയോടുകൂടി